വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് അറേയ്സ്. അറേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അറേയ്സ്. അതായത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിനകത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ 60 സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ 50 നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് സ്റ്റോർ ചെയ്യണം എന്ന് വരിക. അപ്പോൾ ഇത് നിങ്ങൾ 60 വേരിയബിൾസ് അല്ലെങ്കിൽ 50 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ട കേസ് വരും. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് തന്നെ ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നെയിംസ് അല്ലെങ്കിൽ മാർക്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറേ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു അറേയുടെ കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറേ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസ് ആകാം. അതായത് ഇൻറ്റിജർ വാല്യൂസിൻ്റെ അറേ ആകാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിൻ്റെ അറേ ആകാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ അറേ ആകാം. ക്യാരക്ടേഴ്സിൻ്റെ അറേ എന്ന് പറയുന്ന വേറൊരു പേരാണ് സ്ട്രിങ്സ്. സ്ട്രിങ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസ് ഉണ്ട്. അതായത് 1 ഡയമെൻഷണൽ അറേ ആകാം, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ അറേ ആകാം. തൽക്കാലം നമുക്ക് 2 ഡയമെൻഷണൽ അറേ വരെ പോകാം. 3 ഡയമെൻഷണൽ അറേയിലോട്ട് പോകുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള അറേയും അതിൻ്റെ കൺസെപ്റ്റും ഒരു അറേക്കകത്ത് എങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. പ്രോഗ്രാംസ് എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അതിൻ്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് മാത്രം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറേസ് ഇൻ സി. അറേയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അറേസ് ആർ എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ആർ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം. അതായത് നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ മെമ്മറിയിൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നത് ഓരോ പേരിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം കണ്ടതാണ്. ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള മെമ്മറി ലൊക്കേഷൻ, എ എന്നുള്ളത് വേരിയബിളിൻ്റെ പേരാണ്. ആ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് കളക്ഷൻ ഓഫ് വാല്യൂസ് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിൻ്റെ പേരിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറേ എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻറ്റ്, ഫ്ലോട്ട്, കാർ ഇതുപോലുള്ള വേരിയബിൾസ്. നിങ്ങൾക്ക് ഈ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ബേസിക് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇൻറ്റിജർ അറേ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ അറേ ഫോം ചെയ്യാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, അറേനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അതായത് ഈ ബേസിക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള അറേ ഫോം ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 1000 സ്റ്റുഡൻസിൻ്റെ മാർക്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നോർമലി നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ് അനുസരിച്ച് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1000 വേരിയബിൾസ് ഇതുപോലെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇൻറ്റ് സ്റ്റുഡൻറ്റ് മാർക്ക് 0, സ്റ്റുഡൻറ്റ് മാർക്ക് 1, സ്റ്റുഡൻറ്റ് മാർക്ക് 2 പറഞ്ഞിട്ട് 1000 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 1000 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ അറേ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സിംഗിൾ വേരിയബിൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് അറേ ഓഫ് മാർക്സ് ആയിരിക്കും. അതായത് 1000 മാർക്സും ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളൊരു അറേയുടെ മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ അറേ മെമ്മറിയിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻറ്റ് സ്റ്റുഡ് മാർക്സ് ഓഫ് 1000, അതായത് സ്റ്റുഡ് മാർക്ക് എന്നുള്ളത് വേരിയബിൾ നെയിമാണ് അല്ലെങ്കിൽ അറേയുടെ പേരാണ്. അപ്പോൾ 1000 മെമ്മറി ലൊക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ 1000 മാർക്സ് സ്റ്റോർ ചെയ്യാൻ 1000 മെമ്മറി ലൊക്കേഷൻസ് ആണ് അലോക്കേറ്റ് ചെയ്യുക, കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ അത് മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടാവും അത് മെമ്മറിയിൽ കിടക്കുക. ആക്ച്വലി നമ്മളിവിടെ വെർട്ടിക്കലിയാണ് വരച്ചിട്ടുള്ളത്. അറേ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നോർമലി ഹൊറിസോണ്ടലിയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അറേക്ക് ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 0, 1, 2, 3 അങ്ങനെ 999 വരെ പോകും. ഓരോ ലൊക്കേഷനിലും എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് മാർക്സ് അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് വേരിയബിൾ നെയിമാണ് അല്ലെങ്കിൽ അറേയുടെ പേരാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കാണിച്ചിട്ടുള്ളത് ഇൻഡെക്സ് ആണ്. പിന്നെ ഇത് മെമ്മറി സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സാധാരണ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻറ്റ്
എ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. സോ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ്റെ പേര് എ എന്നാണ്. അവിടെ 10 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നോർമൽ റെപ്രസെൻറ്റേഷൻ. ഇനി നിങ്ങൾ ഒരു 5 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം എന്ന് കരുതുക. കമ്പ്യൂട്ടർ മെമ്മറിയിൽ 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളൊരു അറേ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള അറേ ക്രിയേറ്റ് ചെയ്യാം. അത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ തൽക്കാലം ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അറേ നെയിം ഈസ് എം. മാർക്സ് ഓഫ് 5 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് അത് ഡിക്ലെയർ ചെയ്യുക. അതായത് അറേയുടെ പേരുണ്ട്, ദെൻ 5 ലൊക്കേഷനാണ് നമുക്ക് വേണ്ടത്. അത് സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടാണ് ആ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ 5 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ആ ഓരോ ലൊക്കേഷനും ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടായിരിക്കും. 0, 1, 2, 3, 4. അത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അറേയുടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ 5 ലൊക്കേഷൻസ് ആണ് ഉണ്ടാവുക. ഓരോ ലൊക്കേഷനിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 30, 40, 20, 10, 50. ഇങ്ങനെ 5 ലൊക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലൊക്കേഷനിലുള്ള വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് എം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. എം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 30 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ തേർഡ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ നാലാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് 3 ആയിരിക്കും ഇൻഡെക്സ്. ആ പൊസിഷനിൽ 10 മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു വേറൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എം ഓഫ് 3 ഈക്വൽ ടു 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ പിന്നെ 10 അല്ല ഉണ്ടാവുക, അവിടെ 80 ആണ് കയറി വരിക. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഒരു അറേ ആക്സസ് ചെയ്യലും ഒരു മെമ്മറി ലൊക്കേഷനോട് ഒരു അറേ ലൊക്കേഷനോട് വാല്യൂ റൈറ്റ് ചെയ്യലും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള അറേയാണ് ക്രിയേറ്റ് ചെയ്തുള്ളത്. ഇത് നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ടുള്ള അറേ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിട്ടുള്ള അറേയും ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇതെല്ലാം കണ്ടിന്യൂസ് ലൊക്കേഷനിലാവും വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി ഓഫ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിൽ 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തതാണ്. നിങ്ങൾക്ക് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ പ്രിൻ്റ് എഫിൽ ചെയ്യുന്ന പോലെ തന്നെ പ്രിൻ്റ് എഫ് %d ഇവിടെ ആമ്പർസാൻഡ് ഇല്ല. സി ഓഫ് 0 നമ്മൾ പ്രിൻ്റ് എഫിന് ആമ്പർസാൻഡ് കൊടുക്കാറില്ല. നിങ്ങൾക്ക് ഇവിടെ അറേ ഇൻഡെക്സ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? എക്സ്പ്രഷൻസും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എക്സിനകത്ത് നിങ്ങൾക്ക് 3 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. എക്സ് എന്നുള്ളൊരു വേരിയബിളിനകത്ത് 3 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. സോ സി ഓഫ് 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ സി ഓഫ് 3. സോ സി ഓഫ് 5 മൈനസ് 2 ഈക്വലൻസ് ടു സി ഓഫ് 3 വിച്ച് ഈസ് ഈക്വലൻ ടു സി ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അറേയുടെ കൺസെപ്റ്റ്. ഇനി അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അറേയുടെ ടൈപ്പ് ആദ്യം പറഞ്ഞു കൊടുക്കണം. അറേയുടെ ടൈപ്പ് ഇൻറ്റിജർ ആകാം, ഫ്ലോട്ട് ആകാം, ക്യാരക്ടർ ആകാം. ദെൻ അറേക്ക് ഒരു പേര് സ്പെസിഫൈ ചെയ്യണം. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ എത്ര ലൊക്കേഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റ് ആണ്. ദെൻ അറേയുടെ പേര് സി, ദെൻ നമ്പർ ഓഫ് ലൊക്കേഷൻസ് നീഡഡ്. നമുക്കിവിടെ 10 മെമ്മറി ലൊക്കേഷനാണ് വേണ്ടത്. അതങ്ങനെ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് അറേ ചെയ്യും. ഇനി അറേ ഡിക്ലെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ സിംഗിൾ ലൈനിനകത്തും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ. ഇനി അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു, അറേക്കകത്തൊരു സിംഗിൾ വാല്യൂ സ്റ്റോർ ചെയ്യണത്. ഇനി നിങ്ങൾക്ക് അറേ ഡിക്ലറേഷൻ ടൈമിൽ തന്നെ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് n ഓഫ് 5 മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അറേയുടെ പേര് n എന്നാണ്. അതിനകത്ത് 5 വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് വാല്യൂസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് അറേ ഇനീഷ്യലൈസേഷൻ മെത്തേഡാണ്. ഇനി സപ്പോസ് 5 ലൊക്കേഷനിലും 0 എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് എല്ലാ ലൊക്കേഷനിലും 0 സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇൻറ്റ് n ഓഫ് 5 ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനകത്ത് 0 എന്ന് മാത്രം കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൊക്കേഷനിലും 0 എന്നുള്ള വാല്യൂ കയറിപ്പോയിക്കോളും. ഇനി അതല്ല നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. പക്ഷേ ഡിക്ലറേഷൻ ടൈമിൽ ഇങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ അതിനോട് കൂടെ ഇനീഷ്യലൈസേഷനും ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല.
ഒരു സാമ്പിൾ പ്രോഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main. ഇവിടെ നമ്മൾ 10 മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു അറേ. ദെൻ എന്നുള്ളൊരു വേരിയബിളും യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അറേ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ അറേയുടെ പൊസിഷൻസ് കിട്ടാനും വേണ്ടി, അല്ലെങ്കിൽ പൊസിഷൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് എന്ന് തന്നെ പേര് കൊടുക്കണം നിർബന്ധമില്ല, എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിലും കൊടുക്കാം. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അറേയിലോട്ട് കുറച്ച് വാല്യൂസ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാല്യൂസ് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിനുള്ളിലിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10 എലമെൻ്റ് ആണെങ്കിൽ 10 സ്കാനഫ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 10 വാല്യൂസ് റീഡ് ചെയ്യാം, ഇതുപോലെ റീഡ് ചെയ്യാൻ പറ്റും. സോ i = 0, i less than 10. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അറേയുടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ a of i എന്ന് പറഞ്ഞാൽ ആംപർസാൻഡ് a of i എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ 1 ആകുമ്പോൾ a of 1 വരും, ഐൻ്റെ വാല്യൂ 2 ആകുമ്പോൾ a of 2 പോകും. അങ്ങനെ അറേയുടെ ഇൻഡെക്സ് 0 മുതൽ 9 വരെയാണ് പോകുക, കാരണം 10 മെമ്മറി വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10 വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ 0 മുതൽ 9 വരെയാണ് പോകുക. ഇനി നമ്മൾ ആ അറേ എലമെൻറ്റ്സ് ഓരോ എലമെൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാണ്. ഓരോ ന്യൂ ലൈനിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലോട്ട് ജമ്പ് ചെയ്യും, ദെൻ അടുത്ത എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. അതൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെയും പ്രിൻറ്റ് ചെയ്യാം. ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു ലൂപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കൊരു 5 എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.